ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ ചോറിൻ്റെ കൂടെ നല്ലൊരു മാന്തൽ മുളകിട്ടത് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു മാന്തൽ മുളകിട്ട് കഴിക്കാൻ. ഇത് മാത്രം മതി ഒരു പറ ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു 10-20 ചെറിയ ഉള്ളി ഒന്ന് കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കല്ലുണ്ടെങ്കിൽ അങ്ങനെ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 20 ചെറിയ ഉള്ളി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന ആ ഒരു കല്ലിലിട്ടിട്ട് ഒന്ന് ചതക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് ചതക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 20 ചെറിയ ഉള്ളി 1/4 കിലോ മാന്ത, ആ ഒരു അളവാണ് കേട്ടോ. ഒരു 4 പേരോ 5 പേർക്ക് നന്നായിട്ട് കഴിക്കാം ഈ ഒരു കറി കേട്ടോ. അപ്പോൾ അങ്ങനെ പച്ചമുളകും ഇതുപോലെ ഒന്ന് ചതക്കി കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു 3-4 എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതും കൂടി ഒന്ന് ചതച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ബെസ്റ്റായിട്ട് ചട്ടി തന്നെ എടുക്കുക കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റ് കൂടാൻ ചട്ടി തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ മസ്റ്റായിട്ട് ഒഴിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ മാത്രം ഓയിൽ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ കടുക് ഇട്ട് കൊടുക്കുന്നില്ല, ഉലുവ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉലുവ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് മുളകിട്ട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചെറിയ ഉള്ളി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി കൊണ്ട് ചേർത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അതുവരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കുക. ആ ഒരു ചെറിയ ഉള്ളിയിൽ തക്കാളി നല്ലോണം പൊതിയുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കറി നമുക്ക് നമ്മുടെ കപ്പ ഉണ്ടല്ലോ, കപ്പൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രം മതി. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ഒരു സ്പൂണിൻ്റെ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഞാനിപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. കാശ്മീരി എടുക്കുന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് ചേർക്കാം. എന്നിട്ട് നമ്മുടെ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ആ ഒരു പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒന്നും ഇടരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ പൊടിൻ്റെ. അങ്ങനെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ.
നമ്മുടെ ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് വരണം, എന്നാൽ മാത്രമേ നമുക്ക് മീനിടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മാന്തലാണ് മുളകിടുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ കറി ഒരുപാട് ആ മീനിട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ കറി അത്യാവശ്യം ഒന്ന് കുറുകിയാൽ മാത്രമേ ഈ ഒരു മീൻ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മാന്തൽ വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കിലോ മാന്തലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതും കൂടി ചേർത്തിട്ട് ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ മിക്സ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ടപാടും തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാന്തൽ മുളകിട്ട് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കാനൊന്നും പറ്റില്ല. 2 സൈഡും എടുത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റോട് ചുറ്റും ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. എന്നിട്ടിതാ നമുക്കിതിലോട്ട് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാന്തൽ മുളകിട്ട് ഇവിടെ റെഡിയായി. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബായ്.